നമസ്തേ. കൃഷ്ണീയം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആധ്യാത്മിക സപര്യ നയിക്കുന്നത് വേദാന്ത ആചാര്യനും ജ്യോതിഷിയുമായ ബ്രഹ്മശ്രീ പാലങ്ങാട്ട് കൃഷ്ണൻ നമ്പൂതിരി. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർച്ചയായ വീഡിയോ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സ് വഴിയോ നേരിട്ട് വാട്സാപ്പ് നമ്പർ വഴിയോ അറിയിക്കാവുന്നതാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം. ശ്രീകൃഷ്ണായ പരസ്മൈ ബ്രഹ്മണേ നമഃ. ഇതുവരെ നമ്മൾ ചിന്തിച്ചു വെച്ചത് രണ്ടാമധ്യായം, ഗീതയിലെ രണ്ടാമധ്യായമായ സാഖ്യയോഗത്തിൽ 39 ശ്ലോകം വരെയാണ്. അപ്പോൾ ഈ ആത്മാനാത്മവിവേകത്തിൽ വിഷയമാണ് ഇവിടെ. അതിൽ ജ്ഞാനമാർഗത്തെ കുറിച്ചാണ് ഇതുവരെ ഗംഭീരമായിട്ട് പറഞ്ഞു. ഇനി കർമ്മമാർഗത്തെക്കുറിച്ച് പറയണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് വേർതിരിയുന്നത്. ഇവിടെ വെച്ച് 39ാമത്തെ ശ്ലോകത്തിൽ അതൊന്ന് നോക്കിയിട്ട് വേണം അടുത്തതിലേക്ക് പ്രവേശിക്കാൻ. എന്താ അത് പറഞ്ഞത്? ഏഷാ തേ വിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രകാസ്യസി എന്നാണ്. അർജുന, ഇതുവരെ നിനക്ക് ഉപദേശിച്ചത് സാഖ്യയോഗമാണ്. തേ അഭിഹിത ഏഷ സാഖ്യബുദ്ധി. നിനക്ക് ഇതുവരെ ഉപദേശിച്ചത് സാഖ്യബുദ്ധിയാണ്. തു യോഗേ തു ഇമാം ശൃണു. യോഗേ ബുദ്ധി ഇമാം ശൃണു. ഈ യോഗബുദ്ധി നീ ഒന്ന് ഇനി അറിയ. തൂ എന്ന് വെച്ചാലോ, രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമല്ല, നല്ല വ്യത്യാസമുണ്ട്. രണ്ടും വേർതിരിച്ച് അറിയേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുക. അങ്ങനെ അറിഞ്ഞിട്ടിപ്പോൾ എന്താ കാര്യം ചോദിക്കുകയാണെങ്കിൽ, ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ. ഹേ പാർത്ഥ, യഹ ബുദ്ധ്യായുക്ത സ കർമ്മബന്ധം പ്രകാസ്യസി. അങ്ങനെയാ, ആരാണോ ബുദ്ധിയോഗത്തിൽ യുക്തനാവുന്നത്, കർമ്മയോഗത്തിൽ യുക്തനാവുന്നത്, അവന് കർമ്മബന്ധമില്ലാതെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതൊരു ഗംഭീരം തന്നെയാണ്. കാരണം ഇതുവരെ പറഞ്ഞത് ജ്ഞാനയോഗത്തെക്കുറിച്ചാണ്. ജ്ഞാനയോഗത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ ജ്ഞാനത്തെ ഇങ്ങനെ ഉപാസിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരാൾ ഒരു നൈവം പാപമവാപ്സ്യസി എന്നാണ് പറഞ്ഞത്. പിന്നെ അയാൾക്ക് പാപം ഉണ്ടാവില്ല, ഈ ബന്ധം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ കർമ്മയോഗത്തെ സ്തുതിക്കുകയാണ് ചെയ്യണത്. യുക്തിയ ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രകാസ്യസീന്. കർമ്മബന്ധത്തെ ആചരിക്കുന്നവൻ ഒരു ബന്ധവും വരില്ല എന്ന് പറയുന്നത് കർമ്മബന്ധത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഇതിനൊന്ന് വിസ്തരിച്ച് നോക്കുകയാണെങ്കിൽ, ഏഷാത്തെ അഭിഹിത സാഖ്യേ ബുദ്ധി. ഏഷ എന്ന് വെച്ചാൽ ഈ ഇതുവരെ പറഞ്ഞതായിരിക്കുന്ന
അങ്ങയോട് പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന അഭിഹിത എന്ന് വെച്ചാൽ പറഞ്ഞതായിരിക്കുന്ന സാഖ്യബുദ്ധി എന്ന് വെച്ചാൽ എന്താ? ജ്ഞാനം. പരമാർത്ഥ വസ്തു വിവേക വിഷയേ ബുദ്ധി. അതാണ്. ഇത് ഒരു വസ്തുവിൽ രണ്ട് വിഷയം ഉണ്ടാവുക. ഒന്ന് നശ്വര വിഷയം, ഒന്ന് അനശ്വര വിഷയം. ഇങ്ങനെ രണ്ടെണ്ണമാണല്ലോ ഉണ്ടാവുക. ഇതിൽ ഏതാണ് നശ്വരം, ഏതാണ് അനശ്വരം എന്ന് മനസ്സിലാക്കലാണ് പരമാർത്ഥ വസ്തു ജ്ഞാനം എന്ന് പറഞ്ഞാൽ. വസ്തുജ്ഞാനം വേറെ, പരമാർത്ഥ വസ്തുജ്ഞാനം വേറെ. അപ്പോൾ പരമാർത്ഥ വസ്തു വിവേക വിഷയേ ബുദ്ധി എന്നാണ്. അങ്ങനെ മനസ്സിലായാൽ ബുദ്ധിർജ്ഞാനം. സാക്ഷാത് ശോകമോഹാദി സംസാരഹേതു ദോഷ നിവൃത്തി കാരണം. അതാണ് പരമാർത്ഥ വിഷയം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിനാണ് ഇതിന് ഭാഷ്യകാരൻ പറയേണ്ടി വരുന്നത്. സാക്ഷാത് ശോകമോഹാദി സംസാരഹേതു ദോഷ നിവൃത്തി കാരണം. നേരിട്ട് സംസാരദോഷമായിരിക്കുന്ന ബന്ധത്തെ ഉന്മൂലനം ചെയ്യുന്നതാണ് ഈ വസ്തുജ്ഞാനം. ആ യഥാർത്ഥ വസ്തുജ്ഞാനമേ തത്വജ്ഞാനമാവുള്ളൂ, അതേ സാഖ്യജ്ഞാനമാവുള്ളൂ എന്നാ പറഞ്ഞതിന് താല്പര്യം. അതുകൊണ്ട് ഏഷാത്തെ അഭിഹിത സാഖ്യേ ബുദ്ധി, നിന്നോട് ഇതുവരെ പറഞ്ഞതായിരിക്കുന്ന ഈ ജ്ഞാനയോഗം, ബുദ്ധി എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥമാണ്. യോഗേത്തോ ബുദ്ധി യോഗേത്വിമാം ശൃണു എന്നുണ്ടല്ലോ. യോഗേത്തോ എന്ന് വെച്ചാൽ എന്താ അവിടെ അർത്ഥം? രണ്ടും വ്യത്യസ്തമാണ് എന്ന്, നല്ലപോലെ വ്യത്യസ്തമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കോളാം. അതാണ് കർമ്മയോഗവും അതുപോലെ ജ്ഞാനയോഗവും രണ്ടും നന്നേ വ്യത്യസ്തമാണ്, ഫലത ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. യോഗേതു തത്പ്രാപ്ത്യുപായേ എന്നർത്ഥം. നിസ്സംഗതയാ ദ്വന്ദ്വപ്രഹാണപൂർവകം ഈശ്വരാരാധനാർത്ഥേ കർമ്മയോഗേ കർമാനുഷ്ഠാനേ എന്ന്. ഇവിടെ യോഗേത്വിമാം ശൃണു എന്നാണല്ലോ പറഞ്ഞത്. ഈ ബുദ്ധിയോഗം എന്ന് വെച്ചാൽ എന്താണ്? യോഗം എന്ന് വെച്ചാൽ എന്ത് എന്നുള്ളതിനെയാണ് പറഞ്ഞത്. യോഗ എന്ന് വെച്ചാൽ തത്പ്രാപ്തി ഉപായം. അങ്ങനെയാണ്. ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ വിഷയത്തെ പ്രാപിക്കുവാൻ സാധിക്കാനുള്ള ഒരു വഴിമാർഗം അല്ലെങ്കിൽ ഉപായം. ഇതാണ് യോഗം എന്ന് വെച്ചാൽ. അപ്പോൾ നിസ്സംഗതയാ ദ്വന്ദ്വപ്രഹാണ പൂർവകം ഈശ്വരാരാധനാർത്ഥേ അങ്ങനെയാണ്. ഇത് നിസ്സംഗത്തോടു കൂടി, സംഘമില്ലാതെ, അതായത് അഭിനിവേശം കൂടുതലുണ്ടാവരുത് വിഷയത്തോട്. അങ്ങനെയാണ്. അഭിനിവേശം കൂടുതലില്ലാതെ കണ്ട് വിവിധ വസ്തുക്കളെ കൊണ്ട് സാധിക്കേണ്ടുന്നതായ വസ്തുവാണ് ഈശ്വരാരാധനം. ഈശ്വരനെ ആരാധിക്കൽ തന്നെയാണ്. ഇതാണ് കർമ്മയോഗം എന്ന് പറഞ്ഞത്. എന്നാലേ കർമ്മയോഗമുള്ളൂ. അങ്ങനത്തെ കർമാനുഷ്ഠാനത്തെയാണ് കർമ്മയോഗം എന്ന് പറയുക. എന്നിട്ടോ സമാധിയോഗേച്ച ഇമാം അനന്തരമേവ ഉച്യമാനാം ബുദ്ധിം ശൃണു. ഇങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും സംഭവിക്കുന്നതായ അനന്തരം ഭവിഷ്യത്ത് ബുദ്ധി യോഗം അതെങ്ങനെ ഉണ്ടാവുമോ അത് പറയാം. അപ്പോൾ കർമ്മയോഗേ എന്ന് വെച്ചാലോ കർമാനുഷ്ഠാനേ സമാധിയോഗേ ച ഇമാം അനന്തരം ഏവ ഉച്യമാനാം ബുദ്ധിം ശൃണു. അതാണ് കർമാനുഷ്ഠാന വിഷയത്തിൽ, കർമ്മത്തെ യോഗമാക്കി ചെയ്യുന്ന വിഷയത്തിൽ, കർമ്മയോഗത്തിൽ പറയാൻ പോകുന്നതായ
ഈ ബുദ്ധി എന്ന് വെച്ചാൽ ജ്ഞാനം, യോഗം, അത് ശ്രദ്ധിക്കൂ, അത് കേൾക്കൂ. ഇപ്പോൾ കർമ്മയോഗത്തെ പറയണത് കേൾക്കാൻ പറയാം. താം ബുദ്ധിം സ്തൗതി, ആ യോഗത്തെ, ആ ബുദ്ധിയോഗത്തെ, കർമ്മത്തിലുള്ള ബുദ്ധിയോഗത്തെ സ്തുതിക്കുകയാണ്. എന്ത് ചെയ്യണത്? കർമ്മബന്ധം പ്രകാശ്യസി എന്നുള്ളത് കൊണ്ട്. എന്താ അത്? എന്തിനാ സ്തുതിക്കണതെന്ന് വെച്ചാൽ, സ്തുതിയൊക്കെ എപ്പോഴും എന്തിനുള്ളതാണ്? ആളുകളെ ആകർഷിക്കാനുള്ളതാണ്. നല്ല വിശ്വാസികൾക്ക് ഈ മാഹാത്മ്യത്തിൻ്റെ ആവശ്യമില്ല, സ്തുതിയുടെ ആവശ്യമില്ല. ഇപ്പോൾ മഹാത്മ്യം വായിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ പുരാണത്തിലൊക്കെ. ഈ മഹാത്മ്യം വായിക്കേണ്ടത് ആർക്കാ? പൂർണ്ണമായ വിശ്വാസം ഉള്ള അനുഷ്ഠാതാക്കൾക്ക് മഹാത്മ്യം വായിച്ചോളണമെന്നൊന്നുമില്ല. കാരണം മഹാത്മ്യം എപ്പോഴും പ്രരോചനാർത്ഥം എന്നാണ്. ഇപ്പം ഇവിടെ അത് തന്നെയാണ്. സ്തുതി, കർമ്മയോഗം ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ബുദ്ധ്യായ യോഗവിഷയായുക്തോ ഹേ പാർത്ഥ കർമ്മബന്ധം കർമ്മൈവ ധർമാധർമാഖ്യോ ബന്ധ കർമ്മബന്ധ തം പ്രകാശ്യസി എന്നാണ്. അപ്പം കർമ്മബന്ധം പ്രകാശ്യസി യയായുക്ത ഹേ പാർത്ഥ യയായുക്ത കർമ്മബന്ധം പ്രകാശ്യസി. അല്ലയോ പാർത്ഥ, ആരാണോ ഈ യോഗത്തിൽ യുക്തനാവുന്നത്, യോഗത്തെ ആചരിക്കുന്നത്, കർമ്മയോഗത്തെ സ്വീകരിക്കുന്നത്, ആചരിക്കുന്നത്, അയാൾക്ക് കർമ്മബന്ധം പ്രകാശ്യസി, കർമ്മബന്ധം ഉണ്ടാവില്ല. എന്താ ഈ കർമ്മബന്ധം? ധർമാധർമാഖ്യോ ബന്ധ, അതാണ്. ധർമ്മം അനുഷ്ഠിച്ചാൽ ധർമ്മമായിരിക്കും, അധർമ്മം അനുഷ്ഠിച്ചാൽ അധർമ്മമായിരിക്കും. രണ്ടും ഈ ജ്ഞാനിയുടെ ദൃഷ്ടിയാ രണ്ടും ബന്ധനാണ്. അതുകൊണ്ട് ഈ കർമ്മബന്ധത്തെ അദ്ദേഹത്തിന് സംബന്ധിച്ച് ഉണ്ടാവില്ല എന്ന് പറയാം. ഇത് യോഗമാക്കി ചെയ്താൽ എന്നുള്ളത് ഉണ്ടാവില്ല എന്ന് തീർത്തുള്ള അർത്ഥത്തിലല്ല. പിന്നെ സ്തൗതി, ശ്രേഷ്ഠമാണ് കർമ്മയോഗം എന്ന് പറയാനാണ്. എന്ത് ഈ പ്രകാശ്യസി ഇല്ലാതാവും, നശിക്കും, കർമ്മബന്ധം ഇല്ലാതെയാവും എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഈശ്വര പ്രസാദനിമിത്ത ജ്ഞാനപ്രാപ്തിയൈവ ഭവതി എന്നർത്ഥം. ഈശ്വരപ്രീതി, ഭഗവത് പ്രീതി നിമിത്തം ഭഗവത് കാരുണ്യത്താൽ ജ്ഞാനപ്രാപ്തി ഉണ്ടാകും. അതാണ്. ആ ജ്ഞാനമാണ് ഇവിടെ എന്ത് ചെയ്യണത്? കർമ്മബന്ധം ഇല്ലാണ്ടാക്കി തരണത്. എന്നാൽ അത് കർമ്മമാണ്, കർമ്മയോഗമാണ് എന്നാരോപിക്കുകയാണ്. അല്ലാതെ കർമ്മവും കർമ്മയോഗവും ഒന്നുമല്ല. ജ്ഞാനം മാത്രമേ വഴിയുള്ളൂ അജ്ഞാനം നശിക്കാൻ, വേറെ ഒരു വഴിയില്ല എന്നതിനാൽ അവസാനം ഈശ്വരപ്രസാദ നിമിത്ത ജ്ഞാനപ്രാപ്തിയൈവ എന്നാണ് എന്ന് ഈ ഭാഷ്യകാരൻ പറയാനുള്ള കാരണം, പ്രകാശ്യസി എന്ന് വെച്ചാൽ ബന്ധമില്ലാതെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രസാദം നിമിത്തമായി ജ്ഞാനം ഉണ്ടാവാൻ കാരണമാവും. അജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ബന്ധമുണ്ടാവില്ല എന്നാണ് പറഞ്ഞതിന് താല്പര്യം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നേഹ അഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൽ. ഇങ്ങനെയാണ്. ഇത്ര മാത്രം പറഞ്ഞാൽ പോരാ കർമ്മയോഗത്തെക്കുറിച്ച് അർജുന. പിന്നെയോ അല്ലേ, ന ഇഹ അഭിക്രമനാശ അസ്തി എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ കർമ്മയോഗ ഭാവനയോടെ കർമ്മം ചെയ്യുന്ന ഒരാൾക്ക് പ്രവൃത്തികൾ നിഷ്ഫലമാവില്ല എന്ന് തന്നെയാണ്. അതൊരിക്കലും വെറുതെ ആവില്ല.
പിന്നെയോ പ്രത്യവായോ ന വിദ്യതേ. ആ സ്വല്പമായിരുന്നാലും ശരി അത് വെറുതെ ആവില്ല. പിന്നെ സ്വല്പമപ്യസ്യ ധർമ്മസ്യ പ്രത്യവായോ ന വിദ്യതേ, അതുമില്ല. ഒരു പ്രത്യവായം തുടങ്ങിയതിനൊരു ദോഷം, അല്ലെങ്കിൽ ആരംഭിച്ചതിന് ഒരു ദോഷം, മുഴുമിക്കാത്തതിന് ഒരു ദോഷം അങ്ങനെ ഉണ്ടാവില്ല. സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൽ. അസ്യ ധർമ്മസ്യ സ്വല്പമപി മഹതോ ഭയാത്രായതേ. ഇങ്ങനെയാണ്. ഇത് വളരെ കുറച്ച് ഇത് ആചരിച്ചാലും ശരി മഹത്തായ സംസാര ദുഃഖത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു. അതാണ് ഈ കർമ്മയോഗത്തിൻ്റെ മഹത്വം തന്നെയാണ് വീണ്ടും പറയുന്നത്. നേഹാഭിക്രമനാശോസ്തി നൈഹ മോക്ഷമാർഗേ എന്നർത്ഥം. ഇവിടെ മോക്ഷമാർഗത്തിൽ താണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഹ എന്ന് വെച്ചാൽ ഇവിടെ മോക്ഷമാർഗത്തിൽ, കർമ്മയോഗേ എന്ന അഭിപ്രായം. കർമ്മയോഗ ആണ് വിഷയം. അപ്പം ഈ ജ്ഞാനയോഗമല്ല, ഇപ്പോൾ കർമ്മ വിഷയമാണ്. അപ്പോൾ കർമ്മയോഗത്തിൽ അഭിക്രമനാശ, അഭിക്രമണം, അഭിക്രമ, പ്രാരംഭ തസ്യ നാശ നാസ്തി. അപ്പോൾ അഭിക്രമനാശ എന്ന് വെച്ചാൽ അഭിക്രമണത്തിൻ്റെ നാശം. അഭിക്രമണം എന്ന് വെച്ചാൽ ആരംഭിക്കുന്നതിൻ്റെ ഒരു നാശം ന അസ്തി. യഥാ കൃഷ്യാദേഹേ, കൃഷി ആരംഭിച്ചു വെള്ളം വന്നു അത് നശിച്ചു. അങ്ങനെയാണ് ആരംഭിച്ചതിനൊരു നാശം സംഭവിക്കാം. ഇതുപോലെയാണ് കൃഷിയാദികൾ ഒക്കെ, ഏത് പ്രവൃത്തികളും അങ്ങനെയാണ്. ഉണ്ടായി അതിന് ഏതെങ്കിലും പ്രതിബന്ധം വന്നാൽ അതില്ലാതാവും. പക്ഷെ അങ്ങനെ ഒരു വിഷയമല്ല ഈ കർമ്മയോഗം. ഈശ്വരൻ ചേർന്നതായ ഒരു പ്രവൃത്തി, അതൊക്കെ കർമ്മയോഗ. ആ ഈശ്വരൻ അതിൽ ചേർന്ന് കഴിഞ്ഞു എങ്കിൽ അതൊന്നും ഈ കൃഷ്യാദികളെപ്പോലെ ആരംഭിച്ചതിന് ശേഷം നശിക്കുക എന്നുള്ള വിഷയമുള്ളതല്ല. അങ്ങനെ ഉണ്ടാവില്ല. അതാണ് നേഹാഭിക്രമനാശോസ്തി എന്ന്. യഥാ കൃഷ്യാദേ യോഗവിഷയെ പ്രാരംഭസ്യ ന അനൈകാന്തിക ഫലത്വ ഇത്യർത്ഥ. ഇത് യോഗമാണ്, ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മമാണ്. അതാണ് യോഗമായി തീരുക. യോഗത്തിൽ പ്രാരംഭിക്കുന്നതൊക്കെ എന്താ? അനൈകാന്തികത്വം ഇത്യർത്ഥ. അതിന് ഏകാന്തികം ആണ്. അതിന് ഒരൊറ്റ ഇതേ ഉള്ളൂ, ഒരേ ഒരു ശ്രേയസ് മാത്രമേ അതിന് വരുള്ളൂ എന്നർത്ഥം. കിഞ്ച നാഭി ചികിത്സാവത് പ്രത്യവായോ വിദ്യത്തെ ഭവതി ഭവതി. ചികിത്സ പോലെ പ്രത്യവായോ ന വിദ്യത്തെ. ഈ കർമ്മയോഗത്തിന് ചികിത്സ പോലെ പ്രത്യവായങ്ങൾ, തടസ്സങ്ങൾ, അതാണല്ലോ പ്രത്യവായം എന്ന് വെച്ചാൽ തടസ്സമാണ്. ചികിത്സ എന്തെങ്കിലും വന്നു വയ്യാതായി വീണ്ടും ചികിത്സിച്ചു, അതിന് പിന്നെ വീണ്ടും ചികിത്സിച്ചു, ഇങ്ങനെ ചികിത്സ ഒക്കെ പോലെ ഒരു പ്രത്യവായം ഇതിന് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദോഷമില്ല അതിന്. കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് ചെയ്തു പോയി, അല്ലെങ്കിൽ സമയത്ത് ചെയ്തില്ല, അങ്ങനത്തെ ഒരുവിധ ദോഷവും സംഭവിക്കാത്തതാണ് കർമ്മം യോഗമായി തീർന്നാൽ എന്ന്. കിന്തു അത്രയുമല്ല, സ്വൽപ്പമപ്പി അസ്യ ധർമ്മസ്യ യോഗധർമ്മസ്യ അനുഷ്ഠിതം ശ്രേയസേ രക്ഷതി മഹതോ ഭയാൽ. അതാണ് സ്വൽപ്പമപ്പി അസ്യ ധർമ്മസ്യ. കുറേ കർമ്മങ്ങൾ ചെയ്തതിൽ ഒരൽപ്പം കർമ്മയോഗം വന്നു പോയാൽ പേടിക്കണ്ട, ഈ മഹത്തായ
മഹത്തായിരിക്കുന്ന സംസാരഭയം എന്ന് വെച്ചാലോ ജനനമരണാദി ലക്ഷണാത്, ജനിക്കുക മരിക്കുക ഞാൻ എൻ്റേത് എന്നുള്ള ഈ ബന്ധങ്ങളെ കൊണ്ട് ഉണ്ടാകുന്നതായ സംസാരബന്ധം, ഈ സംസാരത്തിൻ്റെ മുഴുവൻ വിനാശത്തിന് കാരണമാവും ഒരു ചെറിയ കർമ്മയോഗം. അത്രയും മഹത്താണ് അർജുന കർമ്മയോഗം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ യേയം സാഖ്യേ ബുദ്ധിർയുക്ത യോഗേച വക്ഷ്യമാണലക്ഷണാസ. അപ്പോൾ ഇതുവരെ സാഖ്യേ ബുദ്ധിർയുക്ത അല്ലേ ഉക്ത പറയപ്പെട്ട് ഇതുവരെ പറഞ്ഞതൊക്കെ ജ്ഞാനയോഗത്തിൻ്റെ ബുദ്ധിയാണ്, യോഗമാണ്, ജ്ഞാനയോഗമാണ്. ഇനി യോഗേച്ച വക്ഷ്യമാണ് ലക്ഷണാസ, യോഗം എന്ന് വെച്ചാലോ കർമ്മയോഗം. കർമ്മയോഗത്തിൽ ഇതാ പറയാൻ പോകുന്നു. ഇനിയും ഇതുപോലത്തെ എന്തൊക്കെയാണ് കർമ്മയോഗത്തിൻ്റെ ഫലങ്ങൾ, ബന്ധങ്ങൾ, കാര്യകാരണങ്ങൾ ഒക്കെ വക്ഷ്യമാണ് ലക്ഷണാസ പറയാൻ പോകുന്ന ലക്ഷണത്തോടു കൂടിയതാണ്. അതാണ് ഇവിടെ ഒരു 3-4 ശ്ലോകങ്ങളെ കൊണ്ട് ഇനി വ്യാഖ്യാനിക്കുന്നത്. അതെന്താ ആദ്യത്തേത്? വ്യവസായാത്മികാ ബുദ്ധി ഏകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധയോ വ്യവസായിനാം. അപ്പോൾ ഹേ അർജുന കുരുനന്ദന, അങ്ങനെയാണ്. കുരുനന്ദനൻ കുരുവംശത്തിൽ പൊട്ടന്മാർ ജനിച്ചിട്ടില്ല, പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് നീ ഹേ അർജുന. അതുകൊണ്ട് ഏകേഹ വ്യവസായാത്മിക ബുദ്ധി ഏകേവ ഏക ഏവ ഇഹ. ഹേ അർജുന ഇത് മനസ്സിലാക്കൂ. എന്താണ്? ദൃഢനിശ്ചയത്തോടു കൂടിയ ഒരേ ഒരു ബുദ്ധിയേ ഉള്ളൂ. എന്തിൽ? ഇഹ ഈ മാർഗത്തിൽ, കർമ്മമാർഗത്തിൽ നടത്തും. കർമ്മമാർഗത്തിൽ അതിദൃഢമായിരിക്കുന്ന ഒരൊറ്റ ബുദ്ധിയേ ഉള്ളൂ. ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയോ ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം. അവ്യവസായിനാം ബുദ്ധി, ഒരുറപ്പില്ലാത്തവരുടെ ബുദ്ധിയൊക്കെ എന്തായിത്തീരും? ബഹുശാഖാഹ്യനന്താശ്ച, വലിയ ഒരു വൃക്ഷം പോലെയാ. ബഹുശാഖകളും ശാഖകളിൽ നിന്നും ശാഖകളും, അങ്ങനെയാ. കൊമ്പുകളിൽ നിന്നും കൊമ്പുമായിട്ട് അങ്ങനെ വ്യാപിച്ചു കിടക്കുന്നല്ലാതെ അതിനൊരു അറ്റമുണ്ടാവില്ല എന്ന് പറയാം. അതുകൊണ്ട് ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധി ഒരറ്റല്ലാതെ കാണാതെ പോകുന്ന ഒരൊഴുക്കായിരിക്കും. അതിനൊരു നിശ്ചയം ഉണ്ടാവില്ല, ഇന്നത് മാതിരി ചെയ്യണം, ഒരു പ്ലാനിങ് ഉണ്ടാവില്ല എന്നർത്ഥം. അതാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. വ്യവസായാത്മികാ ബുദ്ധി ഏകേഹ കുരുനന്ദന. ഹേ കുരുനന്ദന, അർജുന, കുരുവംശത്തിൽ ജനിച്ചവനെ, നിനക്ക് ബുദ്ധിയുണ്ട്. ഭീഷ്മപിതാമഹൻ്റെ വംശല്ലേ, അപ്പോൾ ബുദ്ധിയില്ലാതിരിക്കില്ലല്ലോ എന്ന്. അതാ പറഞ്ഞത് കുരുനന്ദനാന്ന്. പിന്നെ കുരുനന്ദന എന്നുള്ളതിന് ഒരിതുണ്ട്. നീ ആ ദുര്യോധനെ പോലെ അല്ലല്ലോ എന്ന്. ദുര്യോധനാണ് മുന്നിൽ കണ്ടാലും മനസ്സിലാവില്ല, പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല, എന്തായാലും മനസ്സിലാവില്ല. കാരണം എന്താ? അഹന്ത മമത തന്നെ കാരണം. പക്ഷേ
നീ ആ കൂട്ടത്തിൽപ്പെട്ടവനല്ലല്ലോ എന്നുള്ള ഒരു സൂചനയും കൂടി അവിടെ തരികയാണ് ഗുരുനന്ദന എന്നുള്ള സംബോധന കൊണ്ട്. വ്യവസായാത്മിക നിശ്ചയ സ്വഭാവ ഏകായേവ ഹി. ഇങ്ങനെയാണ് വ്യവസായം എന്ന് വെച്ചാൽ എന്താ? നിശ്ചയമാണ്. വ്യവസായാത്മിക എന്ന് വെച്ചാൽ നിശ്ചയ സ്വഭാവമുള്ള ഏകേവ ബുദ്ധി, ഒരേ ഒരു ബുദ്ധി. ഇതര വിപരീത ബുദ്ധി ശാഖാഭേദസ്യ ബാധിക സമ്യക് പ്രമാണജനിതത്വാത് ഇഹ ശ്രേയോമാർഗേ എന്നർത്ഥം. ഈ ശ്രേയോമാർഗത്തിൽ ഈ ഏക ഇഹ ബുദ്ധി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബുദ്ധി എന്ന് വെച്ചാൽ എന്താ? അത് ഇതര വിപരീത ബുദ്ധി ശാഖാഭേദസ്യ ബാധിക. അങ്ങനെയാണ്. ഈ ഉറച്ച ബുദ്ധിയുള്ള ഒരാൾക്ക് മറ്റുള്ള അനേക വിചാരങ്ങളിൽ നിന്നും ഉടലെടുത്ത ചിന്താ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന ബുദ്ധിഭേദങ്ങളെയെല്ലാം ബാധിക. അതിനെയെല്ലാം ആലോചിച്ച് നല്ലവണ്ണം പ്രമാണം കണ്ടെത്തി കാര്യകാരണങ്ങളെ കണ്ടെത്തി അതിനെയെല്ലാം നിഷേധിച്ച് ഒരു ഉറച്ച തീരുമാനത്തിലായിരിക്കും ഈ വ്യവസായാത്മിക ബുദ്ധി എന്നുള്ളത്. വ്യവസായ ബുദ്ധിയുള്ള ഒരാൾ, ഉറച്ച ബുദ്ധിയുള്ള ഒരാൾ. പക്ഷേ അത് ശ്രേയസ്സിന് ഭവിക്കും. ശ്രേയോമാർഗേ, ഇതാണ് ശ്രേയോമാർഗത്തിലേക്കുള്ള ആളെ വഴി. വ്യവസായാത്മിക ബുദ്ധിയാണ്. ഇത് ഒറ്റ ബുദ്ധിയുള്ളൂ, വഴിപിഴയ്ക്കാത്ത ഒരേ ഒരു ബുദ്ധി, ഒരേ ഒരു യോഗം. അതാണ് ഒരു കർമ്മയോഗി. കർമ്മികളാണെങ്കിലോ ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധയഃ അവ്യവസായിനാം. അവ്യവസായികളായിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാ? യാ പുനരിതര. യാ എന്ന് വെച്ചാൽ ഇത് ആരാണ്? ഇതര, ഇതിൻ്റെ വിപരീതമായിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇതരാ ബുദ്ധയഃ യാസാം ശാഖാഭേദ പ്രചാര വശാത് അനന്തഃ അപരഃ അനുപരതഃ സംസാര. അങ്ങനെയാണ്. അനേക തരത്തിൽ ചിന്തിച്ച് പുഷ്പിച്ച് നിൽക്കുന്ന വൃക്ഷം പോലെയാണ്. പുഷ്പിച്ച് നിൽക്കുന്ന വലിയ വടവൃക്ഷം പോലെയാണ് വാസ്തവത്തിൽ ഈ അനേക ശാഖകളുടെ ബുദ്ധി. വലിയൊരു പൂമരം അതങ്ങനെ പടർന്ന് പന്തലിച്ച് പൂത്ത് വികസിച്ചങ്ങനെ നിന്നാൽ ഇതിൻ്റെ ആദ്യന്തം എന്താണെന്ന് മനസ്സിലാവാത്ത ആ രീതിയിലാവും. അതുപോലെയാണ് ബഹുവിധ ആയിരിക്കുന്ന ചിന്തകളുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക് എങ്ങനെയാണ് അറ്റെന്ന് മനസ്സിലാവില്ല, എവിടുന്ന് തുടങ്ങിയെന്ന് മനസ്സിലാവില്ല, എപ്പം നിർത്തണമെന്ന് മനസ്സിലാവില്ല, എങ്ങനെ ഇതൊക്കെ സാധിച്ചെടുക്കുക അതും മനസ്സിലാവില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ മനക്കോട്ട കെട്ടിയേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് പറഞ്ഞത്, അവ്യവസായികളായിരിക്കുന്ന ആളുകൾക്ക് ശാഖാഭേദ പ്രചാര വശാത്ത് ശാഖകളെ കെട്ടി വലുതാക്കി കൊണ്ടുപോവുക കാരണം അനന്തഃ വളരെ വലിപ്പമുള്ളതും അപരഃ അനുപരതഃ മറ്റേ പല വിധത്തിലുള്ളതായതും ഒരിക്കലും നിൽക്കാത്തതുമായിരിക്കുന്ന സംസാരഃ വിസ്തീർണ എന്താണ് നിത്യപ്രതതഃ ഭവതീന.
എന്നിട്ട് അയാൾ സംസാരത്തെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അതങ്ങോട്ട് വലുതാക്കി സമുദ്ര തക്കവണ്ണാടാക്കി തീർക്കുക. സംസാര ദുഃഖം അങ്ങനെ വലുതാക്കുക. എന്നിട്ടോ പ്രമാണജനിത വിവേക ബുദ്ധി നിമിത്ത വശാത് ച ഉപരതാസു അനന്തഭേദബുദ്ധിഷു സംസാരഃ അപി ഉപരമത്തെ താ ബുദ്ധയഃ ബഹുശാഖാ. ബഹുശാഖാബുദ്ധികൾ എന്ന് പറഞ്ഞല്ലോ, ബഹുവിധമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രമാണജനിത വിവേകബുദ്ധി നിമിത്ത വശാത്, അങ്ങനെയാണ്. അതിന് കാര്യകാരണങ്ങളെ കൊണ്ട് ആലോചിച്ച് തീരുമാനിച്ചെടുത്ത അതായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ അങ്ങനെ കാര്യം ഉണ്ടാവും, കാരണം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. യുക്തിയുക്തമായിട്ട് കാര്യകാരണമായിട്ടൊക്കെ ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ബുദ്ധി അത് ഒന്നിനൊന്ന് അങ്ങനെ കെട്ടിപ്പിണഞ്ഞ് അങ്ങനെ ഇരിക്കും. എന്നിട്ടോ അനുപരത, അങ്ങനെയാ, ഏത് നിൽക്കാത്ത അത്രയും വലുതായിരിക്കും. അങ്ങനെ അങ്ങ് കെട്ടിപ്പടുക്കുകയാണ്. ബഹുശാഖ, ഇതാണ് ബഹുശാഖകളായിരിക്കുന്ന ബുദ്ധി എന്ന് പറയാനുള്ള കാരണം. താ ബഹുശാഖ ബഹുഭേദ ഇത്യേതത്, താമ ബഹുശാഖകൾ, ബഹുഭേദങ്ങൾ എന്നർത്ഥം, പല തരത്തിലുള്ള ബുദ്ധികൾ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധികൾക്ക് എന്താണ്? അവ്യവസായികൾക്കായിരിക്കുന്ന എന്താ, നിശ്ചയദാർഢ്യമില്ലാത്ത ആളുകൾക്ക് ബുദ്ധി ഇപ്രകാരം ബഹുവിധമായി ഭവിക്കും. അങ്ങനെ ബഹുവിധമായി ഭവിച്ചാൽ കേഷാം അവ്യവസായിനാം പ്രമാണജനിത വിവേകബുദ്ധി രഹിതാനാം, കാര്യകാരണങ്ങളെ കൊണ്ട് യുക്തിയുക്തകളെ കൊണ്ട് പ്രമാണസഹിതം സാധിക്കാൻ പറ്റാത്തതായ കാര്യങ്ങളെ ചിന്തിച്ച് വലുതാക്കി വിവേകത്തെ അടിച്ചുടച്ച് കഴിയുന്ന അവിവേകികളായിരിക്കുന്ന ആളുകളായിരിക്കും ഈ നിശ്ചയദാർഢ്യമില്ലാത്തവർ എന്നർത്ഥം. അതുകൊണ്ട് ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം. ബഹുവിധമായിരിക്കുന്ന ബുദ്ധി അവസാനമില്ലാത്ത ഒന്നാണ്. ഒരിക്കലും ഇത് അവസാനിക്കുക എന്നുള്ള വിഷയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് മാത്രം പോരാ, ഇനിയും യേഷാം വ്യവസായാത്മിക ബുദ്ധിർനാസ്തി, ആർക്കാണോ ഈ ദൃഢമായിരിക്കുന്ന ബുദ്ധി ഇല്ലാത്തത് അവർക്കെന്താ സംഭവിക്കുക എന്നല്ലേ? അവർക്ക് വേണ്ടി പറയാം. യാം ഇമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിഭശ്ചിതഃ വേദവാദരതാഃ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ. പിന്നെ കാമാത്മാനഃ സ്വർഗപരാഃ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാധൗ ന വിധീയതേ. അവിടെയാണ് വ്യവസായാത്മിക അല്ല ബുദ്ധി എങ്കിൽ, ദൃഢനിശ്ചയമില്ലാത്ത ബുദ്ധിയാണെങ്കിൽ സമാധൗ ന വിധീയതേ, അയാൾക്കൊരു കാലത്തും സമാധിയിൽ ബുദ്ധിയെ ഏകീകരിക്കാനൊക്കില്ല, സമാധി ഉണ്ടാവില്ല. ആത്യന്തികമായിരിക്കുന്ന ബുദ്ധിയോഗം സംഭവിക്കില്ല. അപ്പോൾ ഇവിടെ
യാം ഇമാം പുഷ്പിതാം വാചം പ്രവദന്തി. ആരാണോ ഇമാം എന്ന് വെച്ചാൽ വക്ഷ്യമാണം, പറയാൻ പോകുന്നതായ ഈ കർമ്മയോഗം, പുഷ്പിതാം പുഷ്പിത വൃക്ഷ ഇവ ശോഭമാനാം, അങ്ങനെയാ പുഷ്പിച്ചു നിൽക്കുന്ന വൃക്ഷത്തെപ്പോലെ പടർന്നു പന്തലിച്ചതായിരിക്കുന്ന വാചം പ്രവദന്തി. ഈ വാക്കുകളെ ഇതിനെ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ച് നടക്കണ്ടല്ലോ. അതായത് അർജുന, ഈ വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ ഈ കർമ്മത്തെപ്പറ്റി ഇത്രയധികം പുഷ്പിതാം വാചം, പുഷ്പിച്ച വൃക്ഷം വിശാലമായിരിക്കുന്നത് പോലെ ഈ കർമ്മയോഗത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അർത്ഥാപത്തികളാണ് ഈ വേദവിഷയത്തിൽ ഒക്കെ കാണാം. അത് പുരാണത്തിലും കാണാം, ഇതിഹാസത്തിലും, എല്ലാ വിഷയത്തിലും ഉണ്ടാവും. കാരണം അത് ആ വിഷയത്തിലേക്ക് ആകർഷിച്ച് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വേദങ്ങളുടെ ഈ കർമ്മകാണ്ഡത്തിൽ വിവരിച്ചിട്ടുള്ളതായ നല്ല പൂവണിഞ്ഞതായ സ്വപ്നം, അതാണ് ആകർഷണീയമായ വാക്കുകൾ, ആകൃഷ്ടമായ വാക്കുകൾ. അങ്ങനെയാണ്. യാം ഇമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിതഃ. ഇതാരാ പറയണത്? അവിപശ്ചിതഃ അല്പമേധസഃ അവിവേകിനഃ ഇത്യർത്ഥ. പൂർണ്ണമായ ജ്ഞാനത്തെ സമ്പാദിക്കാത്ത അവിവേകികളായിരിക്കുന്ന ആളുകളാണ് ഈ കർമ്മയോഗത്തെ ഗംഭീരമായി ധരിച്ചുകൊണ്ട് അതിൻ്റെ മാഹാത്മ്യത്തെ പാടി ആളുകളെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി തുനിയുന്നത് എന്ന് പറഞ്ഞു. അതാണ് യാം ഇമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിത. അവിപശ്ചിത ഇമാം പുഷ്പിതാം വാചം പ്രവദന്തി. ഈ കർമ്മയോഗത്തെക്കുറിച്ച് വേദത്തിലും ഉപനിഷത്തിലും മറ്റുള്ള ശാസ്ത്ര വിഷയത്തിലും ഒക്കെ അതിഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരെ? അവിപശ്ചിത, വിവേകികൾ. വേദമാദരത പാർത്ഥ നാന്യദസ്തീതിവാദിന. ഇവരോ ഈ ആകർഷമായ വാക്ക് പറയുക മാത്രമല്ല, യാഗാദികളിലും സ്വർഗാദികളിലും ഫലം സുഖം കണ്ടിട്ട് ഇതിൽ കവിഞ്ഞ് മറ്റൊന്നില്ല എന്നും കൂടി വാദിക്കണവരാ. നാന്യത അസ്ഥീതി വാദിന. അവർ മറ്റൊന്നില്ല, ഇതിനേക്കാൾ മറിച്ച് മറ്റൊന്നില്ല എന്നതിനാൽ ജന്മമെടുത്തു ഈ ഭൂമിയിലെങ്കിൽ കർമ്മം ചെയ്യാനാണെന്ന് അവർ പറയുക. അതാ പറഞ്ഞു. അപ്പോൾ വേദവാദരതാഹ ഇവരൊക്കെ ഉപയോഗിക്കുന്നത് ഇതേ വേദത്തെ തന്നെയാണ് പ്രമാണാക്കുക, അല്ലാതെ മറ്റൊന്നിനെയല്ല. വേദവാദരതാഹ എന്ന് തന്നെയാണ്. ബഹു അർത്ഥവാദ ഫലസാധന പ്രകാശേഷു വേദവാക്യേഷു രതാഹ. അങ്ങനെയാണ്. അർത്ഥവാദം എന്നുള്ള വിഷയമുണ്ട്, അർത്ഥാപത്തി, ഫലശ്രുതി, ഇങ്ങനെ പലതുമുണ്ട്. ഈ ആകർഷിക്കാൻ വേണ്ടി ചിലതിന് ശ്രേഷ്ഠമാണത് എന്ന് പറയാൻ വേണ്ടി പറയുന്ന ചില വാക്കുകളാണ്. അതിനെ തന്നെ പ്രമാണമാക്കി പിടിച്ചിട്ടാണ് ഇത്തരം ആളുകളൊക്കെ വേദത്തെ വ്യാഖ്യാനിക്കുക, പറയുക. അങ്ങനെ വരുമ്പോൾ അല്ലയോ അർജുന, വേദവാദരതാഹ പാർത്ഥ നാന്യദസ്തി ഇതി വാദിന. അപ്പം അവർ എന്താ പറയുക? ന അന്യത് അസ്തി, ഇതിനെ വിട്ട് മറ്റൊന്നില്ല ഇതി വാദിന എന്ന വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുന്നവരാ. അതുകൊണ്ട് സ്വർഗ പശ്വാദി ഫലസാധനേഭ്യ കർമ്മേഭ്യ, കർമ്മത്തിൻ്റെ ഫലം എന്താ എന്നുദ്ദേശിച്ചാണ് ചെയ്യണത്? സ്വർഗം വേണം, സമ്പത്ത് വേണം, അല്ലെങ്കിൽ സന്തതി വേണം ഒക്കെയാണല്ലോ ആഗ്രഹം. അപ്പോൾ ഈ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഈ ആഗ്രഹം സാധിച്ച് സ്വർഗത്തിലെത്താം എന്നല്ലാതെ, അല്ലെങ്കിൽ ധനാദികൾ സമ്പാദിക്കാം എന്നല്ലാതെ, ഭൂമി സമ്പാദിക്കാം എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യം ജീവിതത്തിലേക്കില്ല എന്ന് ഏവം
അസ്ഥിതി വാദിനഃ വദനശീലാഹ. ഇങ്ങനെ തർക്കിക്കുന്ന ശീലമുള്ളവരാണ് ഈ കർമ്മയോഗികൾ എന്ന് പറയുന്നു. അപ്പോൾ അത്രമാത്രമല്ല, കാമാത്മാന സ്വർഗപരാഹ ജന്മകർമ്മഫലപ്രദം എന്ന് പറയണ്ടായി. കാമാത്മാന സ്വർഗപരാഹ, അങ്ങനെയാണ് ഇവരെ കാമസങ്കല്പങ്ങളിൽ മുഴുവൻ മുഴുകിയവരാണ്. എത്ര ആഗ്രഹം എന്നറിയില്ല, ആഗ്രഹത്തിൻ്റെ പോൾ ആഗ്രഹങ്ങളെ കൊണ്ട് മൂടിയവരാ. അതാണ് കാമാത്മാന. ശരീരം തന്നെ ആഗ്രഹത്തിൻ്റെ രൂപത്തിലായിരിക്കണം അങ്ങനെയാ. എന്നിട്ടോ സ്വർഗപരാഹ എന്ന് വെച്ചാലോ, സ്വർഗത്തെ മാത്രമാണ് പരം ലക്ഷ്യമായിട്ട് അവർ കരുതിയത്. അതാണ് സ്വർഗപരാഹ. സ്വർഗ പര പുരുഷാർത്ഥോ യേഷാം തേ സ്വർഗപരാഹ എന്ന് പരമപുരുഷാർത്ഥമായിട്ട് സ്വർഗത്തെ ഗണിച്ചവരാണ്. അങ്ങനെയാണല്ലോ, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവാന്ന്. എന്ത് സ്വർഗം? സ്വർഗത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കല്ല, സ്വർഗത്തിൽ പോവാന്ന് അവരുടെ ധാരണ. അപ്പോൾ സ്വർഗപരാഹ. ഇനി ജന്മകർമ്മഫലപ്രദം. കർമ്മണഫലം കർമ്മഫലം. ജന്മൈവ കർമ്മഫലം ജന്മകർമ്മഫലം. തത്പ്രദദാതീതി ജന്മകർമ്മഫലപ്രദ താം വാചം പ്രവദന്തി. അതിനനുസരിച്ച വാക്കുകളാണ് ഇവർ പറയുക. ജന്മകർമ്മങ്ങൾക്കിടയാക്കുന്ന ഭോഗം, ഐശ്വര്യം എന്നിവയെ ലക്ഷ്യമാക്കി പറയുന്നവരാണ്. അതാണ് അവരുടെ ലക്ഷ്യം. പലവിധമായിരിക്കുന്ന ക്രിയകൾ, പലവിധമായിരിക്കുന്ന ആചാരങ്ങൾ, പലവിധമായിരിക്കുന്ന വ്രതങ്ങൾ, പലവിധമായിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ്. ഒന്നുകിൽ ജന്മമാകുന്ന ഈ ജന്മത്തിൻ്റെ ഫലം എന്താണെന്ന് കർമ്മം ചെയ്യുക, എന്നിട്ടോ കർമ്മഫലം അനുഭവിക്കുക. അതിന് ഇന്നെന്ന കർമ്മം ഇന്നെന്ന ഫലം. അപ്പോൾ അതിങ്ങനെ പറഞ്ഞിട്ട് അതിങ്ങനെ ചെയ്യിപ്പിക്കുക. അങ്ങനെയാണല്ലോ ഇന്നിപ്പോൾ ഈ കാലഘട്ടം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കർമ്മത്തെ ആശ്രയിക്കുന്ന ഫലേച്ഛയോടുകൂടി മാത്രമേ കർമ്മം ഉള്ളൂ, അല്ലാതെ ഒരു കർമ്മം ചെയ്യാൻ വയ്യാന്നാണ്. അത്രത്തോളം ആണ് വ്യാപ്തമായി കർമ്മയോഗ വിഷയം തന്നെ ഭൂതലത്തിൽ നിന്നും മറഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. വളരെ വിരളമായിട്ടേ ഉള്ളൂ അല്ലാത്തവർ. അപ്പോൾ ജന്മ കർമ്മഫലപ്രദം ക്രിയാവിശേഷ ബഹുളാം. ഈ കർമ്മങ്ങളൊക്കെ എങ്ങനെയാണ്? ക്രിയാവിശേഷ ബഹുളങ്ങളാണ്, വിശേഷക്രിയകളോടുകൂടിയതാണ്. ഒന്ന് പോലെയല്ല മറ്റൊന്ന്. അങ്ങനെ പലതരത്തിലുള്ള ക്രിയാവിശേഷങ്ങളോട് കൂടിയതാണ് ഈ സ്വർഗത്തെ പ്രാപിക്കുവാൻ വേണ്ടി പറഞ്ഞു തരുന്ന എല്ലാവിധ കർമ്മങ്ങളും. ഭോഗ ഐശ്വര്യ ഗതിം പ്രതി എന്നാണ് ഇതിൻ്റെ മുഴുവൻ പരമലക്ഷ്യം. എന്താണ്? ഭോഗവും ഐശ്വര്യവും. അങ്ങനെയാ എന്നിവയെ ഭോഗം, ഐശ്വര്യം എന്നതാണ് സ്വർഗവും. ഇത് മൂന്നെണ്ണാണ് ഇതിന് ലക്ഷ്യമായിട്ട് വയ്ക്കുക. ഇങ്ങനെ വേദവാക്യങ്ങളിൽ ഇതാണ് പറയുന്നത്. ഇതാണ് വേദവാക്യങ്ങളിൽ പറയുന്നതായ ഈ മാഹാത്മ്യത്തെയും അർത്ഥാപത്തിയെയും എല്ലാം എടുത്ത് പ്രശംസിച്ചുകൊണ്ട് നടക്കുന്നതായ അവിപശ്ചിതാഹ, അവിവേകികളായിരിക്കുന്ന നിശ്ചയദാർഢ്യമില്ലാത്ത കർമ്മയോഗികൾ എന്ന് വേണം ഇവിടെ പറയാൻ. സ്വർഗ പശുപുത്രാദ്യർത്ഥഃ യഥാവാചാ ബാഹുല്യേന പ്രകാശ്യന്തേ. അങ്ങനെയാണ്. അപ്പം അവർക്ക് പ്രകാശിപ്പിക്കാനൊന്ന് മാത്രമേ ഉള്ളൂ. ജനിച്ചു കഴിഞ്ഞാൽ സഫലമാവണമെങ്കിൽ എന്താണ്? സന്തതി വേണം, സമ്പത്ത് വേണം, ബാക്കിയുള്ളത് വേണം. ഇത് മാത്രമേ ഈ കർമ്മയോഗികളായിരിക്കുന്ന ഇവർക്ക്
കർമ്മികളായിരിക്കുന്ന ഇവർക്ക് പറയാനുണ്ടാവുള്ളൂ. ഭോഗൈശ്വര്യഗതിം പ്രതി, ഭോഗൈശ്വര്യം ച ഭോഗൈശ്വര്യേ, ഭോഗവും ഐശ്വര്യവും, തയോർഗതി പ്രാപ്തി ഭോഗൈശ്വര്യഗതിം പ്രതിയെന്ന്. അതിൻ്റെ പ്രാപ്തി, ഭോഗങ്ങളുടെയും ഐശ്വര്യങ്ങളെയും അതിന് വേണ്ടിയിട്ടാണ് സാധനഭൂതായേ ക്രിയാവിശേഷബഹുളാഹ താം വാചം പ്രവദന്തി മൂഢാഹ. അതിന് അനുസരിച്ച വാക്കുകളെ, അതിനനുസരിച്ച പ്രമാണത്തെ, അതനുസരിച്ച് അപ്പോൾ കീർത്തിയും സമ്പത്തും സന്തതിയൊക്കെ അനുഭവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ. ജ്യോതിഷായാലും ഇനി വൈദ്യമായാലും ഇനി വേറെ ഏത് ആധ്യാത്മിക ശാസ്ത്രമായാലും ഇനി ഭൗതിക ശാസ്ത്രമായാലും എല്ലാറ്റിനും ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈശ്വര സേവയും എന്നാണ് ഈ മൂഢന്മാർ കരുതുക. ഇതാണ് കർമ്മബന്ധം. കർമ്മയോഗത്തിൻ്റെ ഒരു തലം. ഇത്ര മാത്രമല്ല, ഇനിയും ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇതാ അടുത്ത് തന്നെ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.